ചോറില്ലാത്ത കറിയും കൂട്ടി ഒരു ഉച്ചയൂണ്. ഓക്കെ, ആദ്യമേ നമ്മളെ കട്ടിംഗ് ബോർഡ് എടുത്ത് ചാമ്പി, അത് കഴിഞ്ഞിട്ട് വഴുതനങ്ങ എടുക്കുന്നു. ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് പരിപാടി. അതിനുശേഷം ഇതേ കണക്കത്തൊരു ഡപ്പയോ വല്ലതും എടുത്തിട്ട്, അല്ലാതെ പാത്രത്തിയിട്ട് മിക്സ് ചെയ്താലും മതി, നിങ്ങളെ ഇഷ്ടം പോലെ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ വാരി ഇതിൻ്റെ അകത്തോട്ട് ഇടുക. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിലൊരു മുളകുണ്ടായിരുന്നു, അത് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ പന്നലായി പോകും. അതുകൊണ്ട് നമ്മൾ അതും ചെറിയ ചെറിയ പീസാക്കി നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ആവശ്യമൊന്നുള്ള കാര്യമല്ല. പിന്നെ തടി കിടന്നാലും നമുക്ക് കഴിക്കത്തില്ല, വറുത്ത് തിന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വഴുതന ഇട്ട ഡപ്പയിലോട്ട് തന്നെ ഈ പച്ചമുളകും കൂടെ നമ്മൾ പറക്കിയിടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒരല്പം ഉപ്പ്, പിന്നെ ലേശം കുരുമുളക് പൊടി, അത് കഴിഞ്ഞിട്ട് അല്പം മുളക് പൊടി. ഓക്കെ, അത് എന്നിട്ട് ഈ പാത്രം അടയ്ക്കുക, നല്ലോണം ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ആ സാധനങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, എല്ലാം കൂടെ വാരി ലെവലാക്കി ഇടുക, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കൂടെ കൊള്ളത്തില്ലാന്ന് തോന്നുന്നു. ഇത് ഞാൻ ഒരു 2-3 കുറച്ച് ദിവസത്തേക്ക് ഉള്ളത് ഒറ്റയടിക്ക് ഉണ്ടാക്കി വെക്കുവാണ്. നിങ്ങൾക്ക് ഒരു നേരത്തേക്കൊക്കെ മതിയെങ്കിൽ ഇതിൻ്റെ 1/3 മതിയാവും. ഓക്കെ, ഞാനിത് കുറച്ച് ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി ഫ്രിഡ്ജിൻ്റെ അകത്താക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡ്യൂട്ടിയുടെ ഇടയിൽ എടുത്ത് കഴിക്കാൻ എളുപ്പമായത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കി വെക്കുന്നത്. അവരവർക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കുക, അനാവശ്യമായിട്ട് ഉണ്ടാക്കി കളയാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മൂത്ത് 2 സൈഡും ഫ്രൈ ആക്കി എടുത്തിട്ട് അടുത്ത പരിപാടി. അപ്പോൾ ഇത് 1 സൈഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫുള്ള് തിരിച്ചിട്ട് സഹകരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ തിരിച്ചില്ല. അപ്പോൾ അടുത്തത് തൈരാണ്. ഇതിവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും മേടിക്കാൻ കിട്ടുന്ന തൈരാണ്. അതെടുക്കുക. നല്ല കട്ടിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ സംഭവം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ആകെ ടൈറ്റായിട്ട് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളില്ലേ, അത് നമ്മൾ നേരിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഓക്കെ, പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു ശകല എണ്ണയും കൂടെ ഒഴിക്കുക. കടു പൊട്ടാൻ പറ്റിയ പാകത്തിലുള്ള എണ്ണ മതി. അത് കഴിഞ്ഞിട്ട് എണ്ണ നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടാവാതെ കടുകിടരുത്. കടുകിട്ട് കഴിഞ്ഞാൽ കടു പൊട്ടത്തില്ലെന്നാണ് ക്രിസ്റ്റിമോൻ പറഞ്ഞത്. അപ്പോൾ കടു ഇങ്ങനെ പടപടാന്ന് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ തീ നല്ലോണം കുറച്ച് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുളമാവും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൽ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1-1.5 അവരവരുടെ എരിക്ക് പറ്റിയ പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഇളക്കുക. ഇളക്കി മിക്സ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഒരു കഴിക്കരുത് മണം ആ വരുമ്പോഴത്തേക്ക്. ഓക്കെ, നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മറ്റേ തൈരിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇത് ഇളക്കി ചേർക്കാം. പിന്നെ ഉപ്പ് ഒരടുത്ത ഇഷ്ടങ്ങളാണ്. ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. ഇപ്പോൾ എനിക്ക് ഒരു 3 ദിവസത്തേക്കുള്ള കറിയായി. ഇങ്ങനെ നല്ലോണം ഇളക്കി ഇതുമായിട്ട് ചേർക്കാം. അപ്പോൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള 2 പീസ് എടുത്ത് ചാമ്പാം. അയ്യോ, നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് വേണ്ടല്ലേ, ഒരു 5 മിനിറ്റും കൂടെ കിടന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലായതുകൊണ്ട് നല്ലോണം ഉള്ളു വെന്തോളും. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈ റെഡി. അപ്പോൾ ഫിഷ് ഫ്രൈ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണിനുള്ള ഫിഷ് ഫ്രൈ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാം റെഡിയായി. ചോറ് വെച്ചേക്കാം. അപ്പോൾ നല്ല ചോറ് വെച്ച കപ്പയുടെ ബാക്കി ലേശം ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ ചീനിയുടെ. അപ്പോൾ കുറച്ച് ചീനി. ഓക്കെ, പിന്നെ പോരാഞ്ഞിട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ പാര, അത് കഴിഞ്ഞിട്ട് മെയിൻ ഐറ്റം നമ്മുടെ പേരില്ലാക്കറി ഇതാണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. കുറച്ചും കൂടെയൊക്കെ ലൂസാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നത്. കിടിലൻ ടേസ്റ്റാണ്, വെച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇന്നേക്കൊരു പുട്ടി ഒരാറ അറിഞ്ഞിട്ട് വരാം. ഓക്കെ.